തീർച്ചയായും ഇത്തവണത്തെ കലോത്സവത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു അതിജീവന തീം കൊണ്ടുവരുന്നത്. അതിൽ ആദ്യ അവതരണവും വെള്ളാർമലയിൽ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ്. തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അംഗീകാരം കൂടി തന്നെയല്ലേ ഇത്? തീർച്ചയായിട്ടും ഞങ്ങൾ ചേർത്ത് പിടിക്കുകയല്ലായിരുന്നു. കഴിഞ്ഞ ജൂലൈ 30 മുതൽ വിദ്യാഭ്യാസ വകുപ്പ് ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉദ്യോഗസ്ഥർ വന്നിട്ട് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ആദ്യം തളർന്നു പോകാതിരിക്കാൻ ഞങ്ങൾക്കാണ് കരുത്ത് നൽകിയത് വിദ്യാഭ്യാസ വകുപ്പ്. ഞങ്ങളെയാണ് ആദ്യം തളർന്നു വീഴാതെ, അതായത് ഈ കുട്ടികളുടെയൊക്കെ ചലനമറ്റ ശരീരം തിരിച്ചറിയാൻ അധ്യാപകരെയാണ്. കാരണം അധ്യാപകർക്കേ കഴിയുമായിരുന്നുള്ളൂ ആ സാഹചര്യത്തിൽ. അപ്പോൾ അവിടെ തളർന്നു വീണവരാണ് അധ്യാപകർ. ആ തളർന്നു വീണ അധ്യാപകർക്ക് താങ്ങും തണലുമായി നിന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. SSKയിലെ ഉദ്യോഗസ്ഥർ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, DG സാറ്, അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ DD ശശീന്ദ്ര വ്യാസ് സാറ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട DO ശരത്ചന്ദ്ര സാറ്, ഇവരെല്ലാവരും ഞങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കുകയായിരുന്നു. ആ ഒരു ചേർത്ത് പിടിക്കൽ തന്നെയായിരുന്നു ഈ വേദി ഞങ്ങൾക്കായി തന്നത്. ഇതിലും വലിയ അതിജീവനം വേറെയില്ല. ഇതിലും വലിയ ആശ്വാസവും ഇതിലും വലിയ തണലും ഞങ്ങൾക്ക് വേറെ കിട്ടാനില്ല. മാനസികാവസ്ഥയിലാണ് കുട്ടികൾ ഇത്രയും പ്രഗത്ഭരായി ഈ ഒരു വേദിയിലേക്ക് കയറാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ നടത്തിയത്. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രാക്ടീസിനൊന്നും ശരിക്കും പറഞ്ഞാൽ സ്ഥലമില്ലായിരുന്നു. കാരണം ഞങ്ങൾ മറ്റൊരു വിദ്യാലയത്തിലാണ് ചെന്ന് പെട്ടത്. ആ വിദ്യാലയമാണ് ഞങ്ങളെ സ്വീകരിച്ചത്. അപ്പോൾ ആ വിദ്യാലയത്തിന് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യം ഒരുക്കിയത്. അവരുടെ ആ വിദ്യാലയത്തോളം ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് വാക്കുകളില്ല. അപ്പോൾ അവിടുത്തെ അധ്യാപകനായിരുന്ന ദിലീപ് സാർ, ഇപ്പം ഞങ്ങളുടെ പ്രധാന അധ്യാപകനായ ദിലീപ് സാറാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം മേപ്പാടി സ്കൂളിനെ ക്ലബ് ചെയ്തിട്ട് അവരുടെ സൗകര്യങ്ങൾ ഞങ്ങൾക്കായിട്ട് ഒരുക്കി തന്നു. പിന്നെ ആ സൗകര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ റിഹേഴ്സലുകൾ. സ്ഥലമില്ല, കാലുകുത്താൻ സ്ഥലമില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓഡിറ്റോറിയങ്ങളും മദ്രസ ഹാളുകളും ഒക്കെ ഞങ്ങൾ ചോദിക്കുകയും അവരൊക്കെ വളരെ സ്നേഹത്തോടെ റിഹേഴ്സലിനായിട്ട് വിട്ടുതരികയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് അതിജീവനം തന്നെയായിരുന്നു. ശരിക്കും അതിജീവനം തന്നെയായിരുന്നു. ഈ അതിജീവനം തളരില്ല, ആ ഒരു മെസ്സേജ് കൂടിയല്ലേ? തളരില്ല. ഞങ്ങൾ മാത്രമല്ലല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ, നാളത്തെ കുട്ടികൾക്ക്, നാളത്തെ തലമുറയ്ക്ക് ഒരു മുത്തശ്ശി കഥ പോലെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ സംഭവിച്ച കുട്ടികൾ അവർ പിന്നീട് എന്ത് സംഭവിച്ചു, അതൊരു കഥ പോലെ നാളത്തെ കുട്ടികൾക്ക്, നാളത്തെ പാഠപുസ്തകത്തിൽ അവർക്ക് ഒരു അതിജീവനത്തിൻ്റെ കരുത്ത് നൽകാൻ ഈ ഒരു അനുഭവം ആവണം. ഈ എന്താ പറയുക, ഞങ്ങളെ ചേർത്ത് നിർത്തിയ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ശിവൻകുട്ടി സാറ്, ഷാനവാസ് സാറ്, ഇവരൊക്കെ ഞങ്ങളെ ചേർത്ത് നിർത്തി എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു വേദി തന്നെ തന്നത് വളരെ ചെറിയ ദിവസങ്ങൾ മാത്രമായിരുന്നു പ്രാക്ടീസിനെന്ന് കുട്ടികളും പങ്കുവെക്കുകയുണ്ടായി. അതെ, പ്രാക്ടീസിന് സമയം ഉണ്ടായിരുന്നു. അവർ പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ ഈ സാഹചര്യങ്ങൾ മാറിയല്ലോ. എല്ലാവരും ചെതറിപ്പോയ കുട്ടികളാണ്. പല വഴിക്ക് പല സ്ഥലങ്ങളിലാണ് താമസം. ഇവരെയൊക്കെ ഏകോപിപ്പിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വീണ്ടും ഇത്തരത്തിൽ ഒരു വേദിയിലേക്ക് കയറാൻ വീണ്ടും നമ്മുടെ അതിജീവനത്തിൻ്റെ കഥ പറയുന്ന നാടകം അവതരിപ്പിക്കുന്നു. 7-ാം തീയതിയാണ് നാടകം. അത് നാടകത്തിൽ ഏറ്റവും മണ്ണിനടിയിൽ താണുപോയ കുട്ടിയാണ് ബെസ്റ്റ് ആക്ടറായത്. മണ്ണിനടിയിൽ നിന്ന് ഉയർത്തിയെടുത്ത കുട്ടിയാണ് ബെസ്റ്റ് ആക്ടറായത്.